മോളിവുഡ് ഇൻസൈറ്റിൽ കൂടെയുള്ളത് ശങ്കർ ഷോട്ടിനാണ്. വെൽക്കം. ഓക്കെ, അപ്പൊ കാര്യഗൗരവമായ കാര്യങ്ങൾ നമുക്ക് മാറ്റി വെച്ച് കുറച്ചു നേരം കളിത്തമാശകളാവും. പഠിച്ചിട്ട് വലിയ ആളാവും ഞങ്ങളെ നാട്ടില്. കഴിഞ്ഞ ഇത് ബർത്ത്ഡേക്ക് മുമ്പ് ഉണ്ടാക്കി വെച്ച ഫുഡ് എല്ലാം കഴിച്ച് ഫുഡ് പോയ്സൺ പിടിച്ചിങ്ങനെ ഇരിക്കുകയായിരിക്കും. ആ സമയത്ത് എങ്ങടൊക്കെയാ ചിന്തിച്ചു പോണം. അങ്ങനെ ഡീഹൈഡ്രേഷൻ മൂലം വെള്ളത്തിൽ വെള്ളം കുടിക്കാതെ ദാഹിച്ചു. നല്ല നല്ല ആൻസർ ആണ്, നമുക്ക് എഴുതി വെക്കാം. പക്ഷെ ആൻസർ അതല്ല. കുട്ടി ബാഗ് മാറ്റി വെച്ച് മരത്തിൽ കയറി സാധനം കൊച്ചല്ലേ? ഞാൻ കൊച്ചില്ലാതെ കയറുന്നു. ഈ കൊച്ചിന് മരം കയറാൻ അറിയത്തില്ല. ജോമെട്രി ബോക്സ് തുറന്ന് ഇൻസ്ട്രുമെന്റ്സ് എറിഞ്ഞു വീട്ടും. അല്ല, സംഭവം അടിപൊളിയായിരുന്നു. പക്ഷെ അല്ല, എനിക്കറിയില്ല, ഞാൻ അത്ര പഠിപ്പിക്കുന്നില്ല. ഒരു ഉപയോഗമില്ലാത്ത സാധനം. മോളിവുഡ് ഇൻസൈറ്റിൽ കൂടെയുള്ളത് ശങ്കർ ഷോട്ടിനാണ്. വെൽക്കം. ഓക്കെ, അപ്പൊ കാര്യഗൗരവമായ കാര്യങ്ങൾ നമുക്ക് മാറ്റി വെച്ച് കുറച്ചു നേരം കളിത്തമാശകളാവും. ഓക്കെ, റെഡിയാണോ? അപ്പോ അപ്പോ വെൽക്കം. മിഷൻ ഫൺ. മിഷൻ ഫൺ. അപ്പൊ ഫസ്റ്റ് ഞാൻ വെറുതെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പൊ ഇങ്ങോട്ട് ഇന്റർവ്യൂവിന് വരുന്നതിന് മുന്നേ കുറച്ച് എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ ഇവിടുത്തെ ഇന്റർവ്യൂ. ഒന്നും ഉണ്ടായിരുന്നില്ലേ? ഞാൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഇങ്ങനെ പറയണം, എങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു ഇന്റർവ്യൂവിന് ശേഷം? അങ്ങനെയില്ല, അങ്ങനെ ചെയ്തു. ഈ ഡ്രസ് ഈ ഷർട്ട് എവിടുന്നാണ്? എനിക്കൊരു സ്റ്റൈലിസ്റ്റ് അയച്ചു തന്നതാണ്, ലക്ഷ്മി എന്ന് പറഞ്ഞത്. ലക്ഷ്മി ബ്രാൻഡ് പറഞ്ഞേക്കാതെ കുസേക്കി അല്ല കെസുക്കി, KEE അല്ല KAEZUKY, KEZUKY അങ്ങനെ ബ്രാൻഡാണ് വിളിക്കുന്നത്. അവര് പുള്ളിക്കാരി രാവിലെ അയച്ചു പറഞ്ഞു. രാവിലെ തന്നെ എനിക്ക് ഇത് വേറെ ഓപ്ഷൻ ഉണ്ട്, പക്ഷെ ഞാൻ ഇതായിട്ടത് ഇത്രയും കൂടി ഈ ലുക്കിനൊക്കെ എടുത്തു നിൽക്കാം. അതെ, ഓക്കെ. അപ്പൊ ഫസ്റ്റ് ഞാൻ സിനിമയെ കുറിച്ചല്ല, കുറച്ച് കുസൃതി ചോദ്യം എന്ന് പറയാൻ പറ്റില്ല, രണ്ട് ചെറിയ ചോദ്യം ചോദിക്കാം. കേട്ട് പരിചയമുള്ളതാണെങ്കിൽ ഒന്ന് ഉത്തരം അറിയാത്ത പോലെ അഭിനയിച്ചുള്ളൂ, എനിക്ക് ചമ്മാതിരിക്കാൻ. ഓക്കെ, ഫസ്റ്റ് ഒരു കുട്ടി അല്ല, ഏതോ ചെറിയ കുട്ടി, നമ്മൾ വലിയ ആളായില്ലേ, സ്കൂളിൽ പോയായിരുന്നു. അപ്പൊ ഒരു മരം കണ്ടു. ആ മരത്തിൽ നിറച്ച് മാങ്ങയുണ്ട്, മാവാണേ, നിറച്ച് മാങ്ങയുണ്ട്. ആലോചിച്ചു. അപ്പോ കൊച്ചിന്റെ കയ്യിൽ ബാഗ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ കുട്ടി മാങ്ങ പറിച്ചു. എങ്ങനെയായിരിക്കും മാങ്ങ പറിച്ചിട്ടുണ്ടോ? നോ, ബാഗ് ആണ്, വലിയ മരമാണ്. ബാഗിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവേ? ഇല്ല. കുട്ടി ബാഗ് മാറ്റി വെച്ച് മരത്തിൽ കയറി സാധനം കൊച്ചല്ലേ? ഞാൻ കൊച്ചില്ലാതെ കയറുന്നു. ഈ കൊച്ചിന് മരം കയറാൻ അറിയത്തില്ല. ബാഗുണ്ട്, കുട്ടിയുണ്ട്, മരമുണ്ട്. കുട്ടി മരമാണോ വേണ്ട മാങ്ങയാണ്? അങ്ങനെയൊക്കെയാണല്ലോ കുട്ടി. ടൈം വെക്കണോ? ക്ലൂ തരാമോ? ക്ലൂ ഒന്നുമില്ല, അത് ബാഗ് കയ്യിലുണ്ട്, കൊച്ചാണ്, പഠിക്കണ കൊച്ചാണ്, ഒരു പഠിപ്പി കൊച്ചാ. ഒരു ക്ലൂ തരാം. പഠിപ്പി കൊച്ചാ. ജോമെട്രി ബോക്സ് തുറന്ന് ഇൻസ്ട്രുമെന്റ്സ് എറിഞ്ഞു വീട്ടും. അല്ല, സംഭവം അടിപൊളിയായിരുന്നു. പക്ഷെ അല്ല, എനിക്കറിയില്ല, ഞാൻ അത്ര പഠിപ്പിക്കുന്നില്ല. ഒരു ഉപയോഗമില്ലാത്ത സാധനം. എന്തിനാന്നല്ലേ? നോ, ഇതല്ല. പഠിക്കണം, സയൻസ് ഉപയോഗിച്ചു, ഫിസിക്സ്, മാത്സ് അല്ല. ഇച്ചിരി സമയം കൂടെ തരാം. അങ്ങനെ സബ്ജക്ട്സ് വെച്ചിട്ടുള്ള ഉത്തരവാണോ? പഠിക്കണ കുട്ടിയാണ്. 5 സെക്കൻഡ് കൂടെ. ടിക് 1, ടിക് 2, ടിക് 3. കുട്ടി മരത്തിൽ ടിക് 4. എനിക്കറിയില്ല. ടിക് 5. തോറ്റു. കുട്ടി അതിനൊരു ബുക്ക് എടുത്ത് പഠിച്ച് വലിയ ആളാവും. എന്നിട്ട് അമ്മ അത് പറ്റില്ല, കുട്ടിയാണ്. കുട്ടി ചോദ്യമില്ല, പിന്നെ കുട്ടി അവിടെ നിന്ന് മുളക്കില്ല, കുട്ടി മരമല്ല. അതല്ല, ഇങ്ങനത്തെ ചോദ്യത്തിന് ലോജിക്ക് നോക്കാൻ പാടില്ല. വലിയ ചെറിയ കുട്ടി പറഞ്ഞു, പിന്നെ അത് ബ്ലോക്ക്. പിന്നെ അത്
ഇതിലില്ല, റിലവൻസ് ഇല്ല. അപ്പൊ എനിക്ക് ജയിലിൽ വെച്ച ക്വസ്റ്റ്യൻ ആൻസർ അങ്ങനെ ഞാൻ ചോദിക്കും പോയിന്റ് 1. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരു പ്ലെയിൻ പറന്നുകൊണ്ടിരിക്കുന്ന പ്ലെയിൻ. ഇതിൽ ലോജിക്ക് നോക്കരുതേ, അല്ല ലോജിക്ക് നോക്കരുത്. എങ്ങനെയാ? അതില് 500 ഇഷ്ടികകളുണ്ടായിരുന്നു ഉള്ളില്. അത് ഒന്നെടുത്ത് താഴേക്ക് ഇട്ടു, ബാക്കി എത്ര എണ്ണം ഉണ്ട്? 499. റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചു പാട്ടോ. പെട്ടെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. പെട്ടെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു ആടിനെ എങ്ങനെ ഫ്രിഡ്ജിൽ കയറ്റാം? ആടിനെ മുറിച്ച് കറിയാക്കി ഫ്രിഡ്ജിൽ കയറ്റാം. നോ, സിമ്പിൾ ആയിട്ട് ചിന്തിച്ച് സിമ്പിൾ ആയിട്ട് പറയാം. ആടിനെ നേരെ ഫ്രിഡ്ജ് തുറക്കുന്നു, ഫ്രിഡ്ജിന്റെ അകത്ത് വെക്കുന്നു, ഫ്രിഡ്ജ് അടക്കുന്നു. ആദ്യം ഫ്രിഡ്ജിനുള്ളിൽ അറിയായിരുന്നു നേരത്തെ. അങ്ങനെയല്ല ആടിനെ ഫ്രിഡ്ജിൽ കയറ്റാം. എന്നാ ഒരു ആനയെ എങ്ങനെ ഫ്രിഡ്ജിൽ കയറ്റാം? ആനാന്നൊരു പേപ്പറിൽ എഴുതിട്ട് ആന ഫ്രിഡ്ജിൽ എടുത്ത് വെക്കും. അല്ല, ഫ്രിഡ്ജ് തുറക്കുന്നു, അടയ്ക്കുന്നു. അത്ര വലിയ ഫ്രിഡ്ജ് വേണമെന്നോ? ശരിയാണ്, പക്ഷെ ചെറിയൊരു കുഴപ്പമുണ്ട്. അല്ല, മറ്റേ ടൈപ്പ് ഫ്രിഡ്ജിൽ എന്താണ് പറയാ, ലുലുമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഇത് ഭയങ്കര ലോജിക്കലൊക്കെ ചിന്തിച്ച് കാര്യമായിട്ടൊക്കെ ചിന്തിച്ചു ഫ്രീസർ എന്റെ ലെവലിലേക്ക് ഇറങ്ങി വരൂ. ആന ഇതേപോലെ ഒരു പേപ്പറിൽ ഫ്രിഡ്ജിന്റെ ഒരു പേപ്പറിൽ ആനെന്ന് എഴുതിയിട്ട്, അല്ലെങ്കിൽ കുട്ടി ആനേനെ എടുത്ത് ടോയ് കിട്ടുമല്ലോ, എടുത്തിട്ട് വെക്കാം. അതൊന്നുമല്ല, ഇത് ഒറിജിനൽ ആനയാണ്. ഇതേപോലെ തന്നെ ആദ്യം കയറ്റ ആന അടയ്ക്കാം. അതെ, പക്ഷെ ശരിയാണ്, പക്ഷെ ചെറിയൊരു കുഴപ്പമുണ്ട്. നമ്മള് ഫ്രിഡ്ജ് തുറക്കാൻ നേരത്തെ വെച്ച ആടിനെ മാറ്റം ഇല്ല. ഞാൻ വെക്കണ ഫ്രിഡ്ജില് ആടിനും കയറും ആമിനും. ഇത് കുഞ്ഞു ഫ്രിഡ്ജാ, ആന കയറ്റാൻ പറ്റിയ കയ്യിൽ മറ്റേ സാധനം കയറും. ഇങ്ങനെയാണ് ഞാൻ കളിക്കില്ല. അടുത്ത ക്വസ്റ്റ്യൻ. പക്ഷവേദം കഴിക്കാൻ പാടില്ല. ആർക്കുള്ള അതേ വില ആടിനുണ്ട്. ആദ്യം ആട് കയറി പോയില്ലേ? ആനെ കഴിക്കാൻ പറ്റല്ലോ. ആനനെ കഴിക്കോ? അല്ല, ആനെ റെസ്പെക്ട് ചെയ്തിട്ട് ആനെ നമ്മൾ ആടിനെ അവിടെ ബഹുമാനിച്ചോണ്ടിരുന്നു. എല്ലാ ജീവികളും ജീവിച്ചോളും. അങ്ങനെയല്ല, ഇത് ഒരേ സമയം ഒരു ജന്തുവിനെ മാത്രം കയറ്റാൻ എല്ലാവരുള്ള ഒരു ജീവിതത്തോട് എനിക്ക് ഇഷ്ടമല്ല. ഒരു മൃഗത്തിലൂടെ പക്ഷഭേദം കാണിക്കാൻ പാടില്ല. ബയോളജിക്കൽ സൈക്കിൾ. അങ്ങനെയാണെങ്കിൽ പക്ഷഭേദം കാണിക്കാത്ത വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം. കാട്ടില് സിംഹത്തിന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ നടക്കും. ഫോറസ്റ്റിൽ ബർത്ത്ഡേ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മൃഗങ്ങളും വന്നിട്ടുണ്ട്, ഒരു ആള് മാത്രം വന്നില്ല, ഒരു ജീവി മാത്രം വന്നില്ല. സിംഹം പക്ഷഭേദം കാണിച്ചിട്ടുണ്ട് ഒരാളോട്. സിംഹത്തിന്റെ ബർത്ത്ഡേക്ക് എങ്ങനെ സിംഹം വരുന്നത്? അതൊന്നുമല്ല. സിംഹത്തിന്റെ ബർത്ത്ഡേക്ക് എല്ലാരും വന്നു. സിംഹത്തിന്റെ ബർത്ത്ഡേ പാർട്ടി നടക്കുകയാണ്, എല്ലാ ജന്തുക്കളും വന്നിട്ടുണ്ട്, ഒരാള് മാത്രം വന്നില്ല. ആൻസർ പറയാൻ പേടിയാ. സിംഹത്തിന്റെ ബർത്ത്ഡേക്ക് പേടിയുള്ള, സിംഹത്തിനെ പേടിക്കുന്ന മൃഗങ്ങളുണ്ടാവും. അപ്രോച്ച് ചെയ്യാൻ ഭയമുള്ള രാജാവല്ലേ, രാജാവിനെ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മൾ സിംഹത്തിന്റെ അടുത്തൊന്ന് ഇതേപോലെ പറയണ്ട, സ്ഥലത്ത് കൊണ്ടിടാം. എല്ലാവർക്കും ഇഷ്ടമാണ് സിംഹം. കോഴിയായിരിക്കും സിംഹത്തിന്റെ ബർത്ത്ഡേ. ഇന്റലക്ച്വൽ ചോദ്യങ്ങളല്ലേ? അങ്ങനെയൊന്നുമില്ല, മൊത്തത്തിൽ ഇത്ര നേരം ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചതിൽ ആൻസർ ഉണ്ട്. ആദ്യം മുതൽ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻസിൽ ആൻസർ അങ്ങനെ ഞാൻ പറയില്ല, ആൻസർ അതിലുണ്ട്. അല്ല, ഞാൻ പറയാം. ആനയും ആടും ഫ്രിഡ്ജിന്റെ അകത്തായിരുന്നല്ലോ, അവരില്ലല്ലോ. ബുദ്ധിപരമായി ചിന്തിച്ചു, പക്ഷെ ആൻസർ തെറ്റാണ്. ആടിനെ എടുത്തിരുന്നു, ഞങ്ങൾ എടുത്തിരുന്നു, പക്ഷെ ഒരു ജന്തുവേ പറഞ്ഞിട്ടുള്ളൂ. അത് ഞങ്ങൾ ആനനെ മാത്രമേ. ഞാൻ പറയാ ഇങ്ങനെയാണ് കളിക്കില്ലേ. എന്നാ വേറെ ക്വസ്റ്റ്യൻ. അങ്ങനെയൊന്നുമില്ല. ഒരു പുഴ, റിവർ, ഒരു മുതലുള്ള നിറയെ മുതലുകൾ ഉള്ള ഒരു പുഴയാണ്. അപ്പോ അതിലൂടെ ഒരു കുറുക്കന് അപ്പുറം കടക്കണം. കടക്കണം, ക്രോസ് ചെയ്യണം. കടക്കണം. അപ്പോ നിറയെ മുതലുകൾ സാധാരണ കടിക്കുന്ന ഒരു കുളമാണ്, പക്ഷെ കുറുക്കൻ സേഫ് ആയിട്ട് എന്റെ മുതലിൽ നല്ല മുതൽ നന്നായിട്ട് കടിക്കുന്ന മുതലുകളാണ്. അപ്പൊ അവര് അപ്പുറം കടക്കണം കുറുക്കന്. പക്ഷെ ഇത്തവണ കുറുക്കൻ സേഫ് ആയിട്ട് അപ്പുറം കടന്നു, മുതലുകൾ കടിക്കാണ്ട്. എങ്ങനെ? ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങാത്ത മുതലുകളാ.
കുറുക്കന് വേറെ ഷോർട്ട് കട്ട് സൈഡിൽ കൂടെ നടന്ന് കയറിയിട്ടുണ്ട്. പുഴയില്ലാത്ത സ്ഥലം പാലം പോലും ഇല്ല, കാടല്ലേ. ശരി, അവിടെ മാത്രമേ എന്തിനാ മുതലേ കൂടെ മുതലുള്ള ഭാഗത്ത് പോകണം, വേറെ പല ഭാഗങ്ങളുണ്ടല്ലോ കുളത്തില്. വലിയ പുഴ അക്കരെ കിടക്കണം. മുതല എന്താണ് ഫോക്സ്, ഇതിന്റെ പുറത്ത് ഇങ്ങനെ ചവിട്ടി 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 അവ കടിക്കില്ലേ, ഒന്നിന്റെ പുറത്ത് കിടക്കുമ്പോഴത്തേനും കുടിച്ചൂടെ. അപ്പൊ ഇതെന്താ എന്താണ് അനിമലിന്റെ പേര്? കുറുക്കൻ. കുറുക്കൻ, കുറുക്കൻ, ഫോക്സ്. ഇതിനെ ക്ലൂ തരാം. ഞാൻ മറ്റൊന്നും ക്ലൂ ഇല്ലാതെ നേരത്തെ ക്ലൂ തന്നു. ക്ലൂ ഇത്രയും നേരം ഞാൻ ചോദിച്ച ചോദ്യത്തിലുണ്ടായിരുന്നു. സിംഹം, സിംഹത്തിന്റെ ബർത്ത്ഡേക്ക് എല്ലാരും പോയല്ലോ, പിന്നെ മുതലേ സിംഹത്തിന്റെ ബർത്ത്ഡേക്ക് എന്റെ ക്ലൂവിന്റെ കുഴപ്പമാണോ? നന്നായിട്ടത് പറഞ്ഞു. മുതല എല്ലാരും സിംഹത്തിന്റെ ബർത്ത്ഡേക്ക് പോയിട്ട് പക്ഷെ കുറുക്കൻ അവിടെ എത്തിയില്ല. അല്ല, കുറുക്കൻ പോയ സ്ഥലത്ത് എത്താൻ പറ്റിയില്ല കുറുക്കന്. ഇല്ലില്ല, പുഴ കടന്നു, പക്ഷെ കുറുക്കന് പോകേണ്ട സ്ഥലത്ത് എത്താൻ പറ്റിയില്ല. പുഴ കടന്നു. അതിന് മുമ്പേ ചത്തുപോയി കുറുക്കൻ. ചത്തോട്ടേന്നോ? എങ്ങനെ ചത്തു? അതാണ് അത് മറ്റേ ഒരു മുതലവിടെ വിസിറ്റ് വിളിച്ചിട്ടുണ്ടാവില്ല സിംഹം. ആ മുതലയുടെ ദേഷ്യത്തിൽ, ആ മുതലയുടെ വിശപ്പിൽ മുതല ഇതിനെ കടിച്ചു. പുഴ കടന്നു, പിന്നെ ചത്തുപോയാ? ചാവാൻ സമയമുണ്ടോ? ഇല്ല. എങ്ങനെ ചത്തു? മുതല പുഴ കടന്നപ്പോൾ അവിടെ എത്തിയപ്പോഴായിരിക്കും ഒരു പാർട്ടി തിരിച്ചത്. അപ്പൊ അതേപോലെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടോ അല്ലേ? വിധി എന്താണ് ക്ലൂ? അത് ക്ലൂ തന്നെയാണ്, കഥയുടെ ഭാഗമാണോ? യെസ്, കഥയുടെ ഭാഗം. ആന. ആന അപ്പോഴായിരിക്കും ഫ്രിഡ്ജിൽ നിന്ന് ഇറങ്ങുന്നത്. ആന നേരെ വെച്ചിട്ടുണ്ടാവും. ഏറെക്കുറെ അടുത്ത് വന്നു, എന്നാലും അപ്പൊ ആളുകളെ ചാവില്ല. ആന, സിംഹം. സിംഹത്തിന്റെ വല്ല പരിപാടി ആയിരിക്കും. ഞാൻ ജയിക്കുന്നൊക്കെ. സിംഹം, മുതല. പിന്നെന്തായിരുന്നു ആദ്യത്തെ? കുട്ടി. കുട്ടി മരത്തിന്റെ മുകളിൽ കയറി ബാഗ് എടുത്തു. ഈ ബാഗിന്റെ അകത്ത് ഒരു ട്രഗ്നോമീറ്റർ വ്യത്യാസമുണ്ട്. നാട് കിടന്ന കുട്ടി കാട്ടിലെത്തി. കുട്ടിക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? തോക്കാൻ പാടുള്ളൂ. എന്താണ് ഇപ്പൊ പശ്ചാത്തലം? എന്താണ്? കാട്, അല്ല, വെള്ളം ക്രോസ് ചെയ്ത്, റിവർ ബോഡി ക്രോസ് ചെയ്ത് ഇത് അതിനപ്പുറത്ത് എത്തിയപ്പോ ചത്തു. എങ്ങനെ ചത്തു? കഴിഞ്ഞ ഇത് ബർത്ത്ഡേക്ക് മുമ്പ് ഉണ്ടാക്കി വെച്ച ഫുഡ് എല്ലാം കഴിച്ച് ഫുഡ് പോയ്സൺ പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. ആ സമയത്ത് അങ്ങനെ ഡീഹൈഡ്രേഷൻ മൂലം വെള്ളത്തിൽ വെള്ളം കുടിക്കാതെ ദാഹിച്ചു ചത്തു. നല്ല ആൻസർ ആണ്, നമുക്ക് എഴുതി വെക്കാം. പക്ഷെ ആൻസർ അതല്ല. ഓക്കെ, നമ്മള് ഫസ്റ്റ് ഒരു പ്ലെയിനിൽ കുറച്ച് ഇഷ്ടിക ഞാൻ അതെ ഇത്രയും ആൻസർ പറഞ്ഞിട്ട് ഒന്ന് മാത്രം എനിക്ക് തന്നിട്ട് സമത്വം ആയിക്കോട്ടെ. അല്ല, ഞങ്ങൾ ഫെമിനിസം ചോദിച്ചു വാങ്ങാറില്ല, ഞങ്ങൾ സ്വന്തമായി നേടിയെടുത്തോളാം. ഓ അങ്ങനെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഒരാളൊരു മരുഭൂമിയിൽ പെട്ടുപോയി. ഇതിന്റെ കൺക്ലൂഷൻ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഒരാളൊരു മരുഭൂമിയിൽ പെട്ടുപോയി. അങ്ങനെയൊന്നുമില്ല, ഒരു മനുഷ്യൻ. അയാളുടെ കയ്യിൽ തേങ്ങ മാത്രമേ ഉള്ളൂ. പക്ഷെ അയാള് അവിടെ ജീവിച്ച് റിച്ചായി മാറി. വേറെ ഒന്നുമില്ല. കുഴിച്ചിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ടത് മുളപ്പിച്ച് അത് വലുതായി അതിന്റെ വെള്ളം എടുത്ത് കുടിച്ച് അങ്ങനെ അതിന്റെ തേങ്ങയൊക്കെ ചുരണ്ടി കഴിച്ച് വലിയ ആളായി. അങ്ങനെ വലിയ ആളാവുന്നു തേങ്ങ ചുരണ്ടി കഴിച്ചാൽ? പഠിച്ചിട്ട് വലിയ ആളാവും ഞങ്ങളെ കാട്ടില്. ഓ, തേങ്ങ, കോക്കനട്ട്. ഈ ഡെസേർട്ട് അയാൾ കഴിച്ചിട്ടുണ്ടോ? അപ്പൊ തേങ്ങ എന്തിനാ? അത് പൈസക്കാരനാണോ? പൈസ ഉണ്ടാക്കണോ? ആ, പൈസക്കാരനായി. ഡെസേർട്ട്, കോക്കോനട്ട്. കോക്കനട്ട് കൃഷി തുടങ്ങി ഒരു തേങ്ങ വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത് ഭാവിയിൽ വലിയ സമ്പന്നനായ കോക്കനട്ട് കോക്കനട്ട്. അത് എനിക്ക് അറിയാം. ഈ സാധനം എവിടെ കേട്ടിട്ടുണ്ട്. എന്റെ അടുത്ത് ആരും പറയുന്നുണ്ട്. കോമഡി അല്ല, കോക്കനട്ട് ആകാശത്ത് ഫ്ലൈറ്റ് നേരെ വീണിട്ട് ഇഷ്ടിക വീണ് താഴേക്ക് കിട്ടി. ആ ഇഷ്ടികകളൊക്കെ താഴ്ത്തിട്ട് അവരുടെ ഒരു വീട് പണിത്
പഴയ കൃഷിയൊക്കെ തുടങ്ങി. വിമാനങ്ങൾ ഇറങ്ങിയില്ല എപ്പോഴും ആ ക്വസ്റ്റ്യനിലാണ്. എന്താ ഇത് അതിനൊരു ബന്ധമില്ല. ഞാൻ പറയുമ്പോൾ പറയുന്നത് മരുഭൂമി ഡെസേർട്ട് വരുന്ന ഇത് 2 മിനിറ്റ് ഒക്കെ ആവറായ. ടിക് ടിക് 1 ഇംഗ്ലീഷിലാണോ ആൻസർ മലയാളത്തിലാണോ ആൻസർ? മലയാളത്തിൽ. അപ്പോൾ മനുഷ്യൻ ടിക് ടിക് തേങ്ങ. ടിക് ടിക് 4 ടിക് ടിക് 5. സമത്വം. അറിയാത്തൊക്കെ നമുക്ക് കിട്ടിയതാണോ അല്ലേ? അയാളുടെ കയ്യിലെ തേങ്ങ അയാൾ മുറിക്കും. അപ്പൊ 2 മുറി തേങ്ങയാവും. അതിലൊരു മുറിയിൽ അയാൾ താമസിക്കും, ഒരു മുറി വാടകയ്ക്ക് കൊടുത്താൽ പൈസക്കാരനായി ജീവിക്കും. മരുഭൂമിയിൽ വന്നിട്ട് താമസിക്കാൻ പറയുമല്ലോ. ഇതിലൊക്കെ ലോജിക്ക് ഭയങ്കര കഷ്ടമാണ്. അപ്പൊ ചളി ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ നിർത്തിയിരിക്കുകയാണ്. സിനിമ കാണുന്ന ആളാണോ? കാണുന്ന ആളാണ്. എന്റെ ഭാഷയ്ക്ക് അവർക്ക് മനസ്സിലാവില്ല അല്ലേ? മലപ്പുറം. എന്നിട്ട് ഞാൻ പിടിക്കാൻ നോക്കുന്നുണ്ട്. ജീവനേട്ടാ, ഞങ്ങൾ മലപ്പുറംകാർ ഇങ്ങനെ സംസാരിക്കാം. നിലമ്പൂര്. അല്ല, മലപ്പുറം സംസാരിച്ച ഞങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. ആ പ്രായത്തിൽ മനസ്സിലാവാ, ഒന്നും മനസ്സിലാവാതെ കുട്ടിയായിരുന്നു അല്ലേ? തള്ളില്ലാത്തത് കുഴപ്പമില്ല. നല്ല മഴ കേട്ടോ. അതെ, ചെക്കട. അപ്പൊ സിനിമ കാണുന്ന ആളാണോ? സിനിമ കാണുന്ന ആള് ഇത് ഇതേപോലത്തെ വെളിച്ചൂരല്ലോ. അല്ല, ഇത് നോർമലി ഞാൻ ചോദിച്ചതാണ്. സിനിമ കാണുന്ന ആളാണോ? എങ്ങനത്തെ പഴയ ക്ലാസിക്കുകളാണോ? സിനിമ കണ്ടാ മതിയോ? എങ്ങനത്തെ സിനിമകളാണ് കൂടുതൽ ഇഷ്ടം? എല്ലാ സിനിമകളും. എല്ലാ സിനിമയും കാണും. ലാസ്റ്റ് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു സിനിമ? എല്ലാ സിനിമയിലും ഇഷ്ടപ്പെട്ടതാണ്. ഒന്നുകൂടി കണ്ടപ്പോ പിന്നെ ഇഷ്ടപ്പെട്ടു. അപ്പോഴാണ് ഒരു സീറ്റ് മാത്രം ഉണ്ടായിരുന്നു. ഒറ്റയ്ക്ക് അപ്പുറത്ത് അറിയാൻ ആൾക്കാരുണ്ടായിരുന്നു കേരള. പക്ഷെ ഞാൻ എന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നില്ല. എന്റെ ഫ്രണ്ടിന് ഒരു ഡിഗ്രി ആയിട്ടുള്ളൂ. ഞാൻ പോയി. ഫേവറേറ്റ് ഡയറക്ടർ? ഒരാളില്ല, കുറെ പേരുണ്ട്, ഒരുപാട് പേരുണ്ട്. ഞാൻ അപ്പുറത്തെ റൂമിൽ ഡയറക്ടർ ഇരിക്കുന്നു. ഇവിടെ ഒരാളുടെ പേര് പറഞ്ഞ പുള്ളിക്ക് മുഷ്പായാലോ. അതുകൊണ്ട് മാത്രം. എന്നാൽ പേഴ്സണൽ ഫേവറേറ്റ് ഉണ്ടാവില്ല. ഒരാളുടെ സിനിമയിൽ ഇനി അഭിനയിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ എനിക്ക് ബാലൻ സാറിന്റെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അത് വിചാരിച്ചു പത്മനാഭ സാറിന്റെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. വിചാരിച്ച പറ്റില്ല. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഉള്ള ആൾക്കാരിൽ പുതിയ ആൾക്കാർ അടിപൊളി. എനിക്ക് അവരൊക്കെ അവരുടെ പേര് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും അറിയുണ്ടാവില്ല. നല്ല ഷോർട്ട് ഫിലിം മേക്കേഴ്സ്. എല്ലാരും ചാൻസ് കൊടുത്തോളൂ കേട്ടോ. എല്ലാരും